ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7th ചാപ്റ്ററായ ഡാക്കിയെ കി കഹാനി കവർ സിംഗ് കി ജുബാനി. ഡാക്കിയെ കി കഹാനി, ഡാക്കിയ നമുക്കറിയാം പോസ്റ്റ്മാൻ്റെ കഥ, കഹാനി കഥ, പോസ്റ്റ്മാൻ്റെ കഥ. കവർ സിംഗ് കി ജുബാനി, കവർ സിംഗിൻ്റെ നാവിലൂടെ, ജുബാനി ആ കവർ സിംഗിൻ്റെ നാവിലൂടെയാണ് നമ്മൾ പോസ്റ്റ്മാൻ്റെ കഥ അറിയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ അറിയുക? ഇത് എഴുതിയിരിക്കുന്നത് പ്രതിമ ശർമ്മയാണ്. ഈ പ്രതിമ മാഡം കവർ സിംഗുമായി നടത്തിയ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. शिमला की माल रोड पर जनरल पोस्ट ऑफिस है. उसी पोस्ट ऑफिस के एक कमरे में डाक छांटने का काम चल रहा है. शिमला की മാൽ റോഡ്, ഷിംല ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ്, നമുക്കറിയാം. ഷിംലയിലെ മാൽ റോഡിൽ ഒരു ജനറൽ പോസ്റ്റ് ഓഫീസുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു മുറിയിലേക്ക് കമരേമേ, ഉസി പോസ്റ്റ് ഓഫീസ് കെ, ആ പോസ്റ്റ് ഓഫീസിൻ്റെ एक कमरे में, ഒരു മുറിക്കുള്ളിൽ ഡാക് ചാണ്ടിനെ കാ കാം ചൽ രഹാ ഹെ. ഡാക് ചാണ്ടിന, ഈ ലെറ്റേഴ്സൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബഹ കെ 11:30 ബജെ ഹെ, खिड़की से गुनगुनी धूप चनकर आ रही है. സുബഹ, രാവിലെ 11:30 ആയിട്ടുണ്ട് ടൈം. കിഡ്കി സെ ഗുൻഗുനി ധൂപ് ചൻകർ ആ രഹി ഹെ. കിഡ്കിയെ നമുക്കറിയാം വിൻഡോയാണ്. ആ വിൻഡോയിലൂടെ എന്ത് ചെയ്യുകയാണ്? ഗുൻഗുനി ധൂപ് എന്ന് പറഞ്ഞാൽ വാം സൺഷൈനാണ്, നല്ല ചൂടുള്ള പ്രകാശം എന്ത് ചെയ്യുകയാണ്? ചൻകർ ആ രഹി ഹെ. ചന്ന ഇങ്ങനെ അരിച്ചിറങ്ങുക എന്ന് പറയും. ഇസ് ധൂപ് കാ മസ ലേത്തെ ഹുയെ, ആ വെയിലിൻ്റെ മസ ലേത്തെ ഹുയെ, അതിൻ്റെ അത് എൻജോയ് ചെയ്തുകൊണ്ട്, മസ ലേത്തെ ഹുയെ. ദോ പേക്കർ, 2 പേക്കർ, ലെറ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളിലേക്ക് കൊടുത്തുവിടേണ്ടതിനെല്ലാം അതാത് കൃത്യമായിട്ട് കെട്ടിവെക്കുക, അതൊക്കെ ചെയ്യുന്നു. ഔർ 3 മെഹില ഡാക്കിയ, 2 പേക്കറും 3 പോസ്റ്റ് വിമനും ചേർന്നിട്ട് ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഡാക് ചാണ്ടിനേക്കാ കാം കർ രഹേ ഹെ. ഈ ലെറ്റേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഹീം പർ മേനെ സർക്കാർ സെ പുരസ്കാർ പാനെ വാലെ ഡാക്കിയ കവർ സിംഗ് ജി സെ ബാത് കി. വഹാംബർ, അവിടെ വെച്ച് ആ പോസ്റ്റ് ഓഫീസിൽ വെച്ച് മേനെ സർക്കാർ സെ, മേനെ എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്? നമുക്കറിയാം, നമ്മുടെ റൈറ്ററായ പ്രതിമ ശർമ്മ. സർക്കാർ സെ പുരസ്കാർ പാനെ വാലി, സർക്കാരിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് പുരസ്കാരം ലഭിച്ചതായ ഡാക്കിയ, ഒരു പോസ്റ്റ്മാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കവർ സിംഗ്. കവർ സിംഗുമായിട്ട് സംസാരിച്ചു. യഹി ബാത്ചീത്, ആ സംഭാഷണം ആകെ ദീ ജാ രഹി ഹെ, എന്താണ്? താഴേക്ക് കൊടുത്തിരിക്കുന്നു. ആപ്കാ ശുഭ്നാം, താങ്കളുടെ പേരെന്താണെന്ന് പ്രതിമ ശർമ്മ കവർ സിംഗിനോട് ചോദിക്കുകയാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. മേരാ നാം കവർ സിംഗ് ഹെ, मैं हिमाचल प्रदेश के शिमला ज़िले के नेरवा गाँव का निवासी हूँ. मेरी उम्र 45 साल है. അപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ പേര് കവർ സിംഗ് എന്നാണ്. ഹിമാചൽ പ്രദേശിലെ ഷിംല ജില്ലയിലുള്ള നേർവ ഗാവുക, നേർവ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. അവിടുത്തെ നിവാസിയാണെന്ന് പറഞ്ഞാൽ അവിടെ താമസക്കാരനാണ്. മേരി ഉമ്ര, എൻ്റെ ഏജ് 45 സാൽ ഹെ, 45 ആണ് എൻ്റെ ഏജ്, എൻ്റെ പ്രായം അതാണ്. ആപ്കെ പരിവാർ മേ കോൻ കോൻ ഹേ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉൻകെ ബാരെ മേ കുച്ച് ബതായിയെ, അവരെക്കുറിച്ച് പറയാൻ പറഞ്ഞു. മേരെ 4 ബच्चे ഹെ, 4 കുട്ടികളുണ്ട്. 3 ലഡ്കിയാ और 1 ലഡ്ക, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. 2 ലഡ്കിയോं की शादी हो चुकी है, 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. മേരാ ഏക് और बेटा भी था, എനിക്ക് വേറൊരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. വഹ് മേരെ ഗാവ് കെ ഏക് പഹാടി സെ ലക്കടിയാം ലാത്തെ ഹുയെ ഗിർ ഗയാ ജിസസെ ഉസ്കി മൗത്ത് ഹോ ഗയി. വഹ് മേരെ ഗാവ് മേ ഏക് പഹാടി സെ, അതായത് ആ ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ ആൺകുട്ടി മേരെ ഗാവ് മേ, എൻ്റെ ഗ്രാമത്തിൽ
ഏക പഹാടി സെ നമുക്കറിയാം കുറച്ച് പർവ്വത പ്രദേശങ്ങളാണ് ഷിംലയിലൊക്കെ. അവിടെ നിന്ന് ലക്കടിയാം ലാത്തെ ഹുയി അവിടെ നിന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഗിർഗയ ഇങ്ങനെ തെന്നി വീണിട്ട് താഴെ വീണിട്ട് ഉസ്കി മൗത്ത് ഹോഗി അങ്ങനെ മരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പം 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 കുട്ടികളാണ് അദ്ദേഹത്തിന് ഉള്ളത്. आपके बेटे के साथ जो हुआ उसका हमें बहुत दुख हुआ है. आपके इलाके में इस तरह की घटनाएं क्या अक्सर होती हैं. आपके बेटे के साथ जो हुआ उसका हमें बहुत दुख है. താങ്കളുടെ മകന് സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. आपके इलाके में താങ്കൾ താമസിക്കുന്ന പ്രദേശത്തിൽ इस तरह की घटनाएं ഇത്തരം സംഭവങ്ങൾ क्या अक्सर होती है മിക്കവാറും ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു. जी ऐसी घटनाओं का होना असाधारण नहीं है. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധാരണ നഹി ഹെ വിശേഷമായ ഒന്നല്ല. അതായത് അൺയൂഷ്വലായിട്ടുള്ള ഒന്നല്ല. हम हर साल तिरछी ढलानों या ढांगों से घास काटते हुए कई औरतें गिरकर मर जाती हैं. ഹർ സാൽ ഇവിടെ എല്ലാ വർഷവും എവരി ഇയർ ഹർ സാൽ. തിർച്ചി ഢലാൻ യാ ഢാങ്കോ സെ അതായത് ചരിഞ്ഞ മലകൾ എന്ന് പറയുമ്പോൾ പർവ്വത പ്രദേശമായതുകൊണ്ട് തന്നെ ചരിഞ്ഞ മലകളിലൊക്കെ കല്ലുകളും ഒക്കെ നിറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ആ ചരിഞ്ഞ മലകളിൽ നിന്ന് ഘാസ് കാടത്തെ ഹുയെ കാടിന എന്ന് പറഞ്ഞാൽ പുല്ല് കണ്ടിക്കാൻ പോകുന്ന സ്ത്രീകൾ ഔറത്തേം ഗിർക്കർ മർ ജാതി അവരൊക്കെ താഴെ വീണ് മരിക്കാറുണ്ട്. फिर भी यहाँ ऐसे ही रास्तों से चलना पड़ता है क्योंकि दूसरे कोई रास्ते होते ही नहीं. फिर भी എങ്കിലും यहाँ ऐसे ही रास्तों से चलना ഇങ്ങനെയുള്ള വഴികളിലൂടെ നടക്കേണ്ടതുണ്ട്. ചലനാ പഡ്താ ഹെ അത് നടന്നേ മതിയാവുള്ളൂ. ക്യോങ്കി ദൂസരെ കോയി രാസ്തേ ഹോത്തെ ഹി നഹി മറ്റൊരു വഴിയും ഇവിടെ ഇല്ല. ഹമാരെ ഗാവ് മേ അഭി തക് ബസ് നഹി പഹുഞ്ച് പാത്തി ഹെ ഞങ്ങളുടെ ഗ്രാമത്തിൽ अभी तक ഇതുവരെ ബസ് എത്തിയിട്ടില്ല. ഹിമാചൽ മേ ഹസാറും ऐसे गाँव हैं. ഹിമാചൽ മേ ഹസാറും ऐसे गाँव है. ഹിമാചലിലെ ഇങ്ങനെയുള്ള തൗസൻഡ്സ് ഓഫ് വില്ലേജ് അതായത് ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. എങ്ങനെയുള്ള ജഹാം പൈദൽ ചൽക്കർ ഹി പഹുഞ്ച് സക്തേ ഹെ അവിടെ പൈദൽ ചലന കാൽനടയായി നമ്മൾ പോകുന്നതിനാണ്. അവിടെ നടന്നു മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് വില്ലേജുകൾ എവിടെയുണ്ട്? ഹിമാചൽ പ്രദേശിൽ ഉണ്ട്. ഫിർ ആപ്കെ ബच्चे പഠനെ കൈസെ ജാത്തെ ഹോങ്കെ അപ്പോൾ താങ്കളുടെ കുട്ടികൾ പഠിക്കാൻ എങ്ങനെയായിരിക്കും പോകുന്നത്? മേരെ ബच्चे ഗാവ് കെ സ്കൂൾ മേ പഠനെ ജാത്തെ ഹെ എൻ്റെ കുട്ടികൾ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. സ്കൂൾ ലഗ്ഭഗ് 5 കിലോമീറ്റർ ദൂർ ഹെ സ്കൂളിലേക്ക് ലഗ്ഭഗ് ഏകദേശം 5 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. മേരി ഏക ലഡ്കി 10വീं തക് പഠി ഹെ എൻ്റെ ഒരു പെൺകുട്ടി 10th വരെ പഠിച്ചു. ദൂസരി 12വീं തക് രണ്ടാമത്തേത് 12ാം ക്ലാസ് വരെ പഠിച്ചു. തീസരി ലഡ്കി 12വീं കക്ഷാ മേ പഠ് രഹി ഹെ മൂന്നാമത്തെ കുട്ടി 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേട്ട 10വീं മേ പഠ്താ ഹെ ആൺകുട്ടിയുള്ളത് 10th പഠിക്കുന്നു. आप जहाँ काम करते हैं वहाँ आपके अलावा और कौन कौन है? क्या आपको डाकिया ही कहकर बुलाते हैं? आप जहाँ काम करते हैं താങ്കൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് വഹാ ആപ്കെ അലാവ ഔർ കോൻ കോൻ ഹെ അവിടെ താങ്കളെ കൂടാതെ കെ അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ ഔർ കോൻ കോൻ ഹെ വേറെ ആരൊക്കെയാണുള്ളത്? ക്യാ ആപ്കോ ഡാക്കിയ ഹി कहकर बुलाते हैं താങ്കളെ പോസ്റ്റ്മാൻ എന്ന് തന്നെയാണോ എല്ലാവരും വിളിക്കുന്നത്? पहले में भारतीय डाक सेवा में ग्रामीण डाक सेवक था. पहले ആദ്യം ഭാരതീയ ഡാക് സേവാ മേ ഞാൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ഗ്രാമീൺ ഡാക് സേവക് ഥ റൂറൽ പോസ്റ്റ്മാൻ ആയിരുന്നു. അബ് മേ പേക്കർ ബൻ ഗയാ ഹൂം ഇപ്പോൾ ഞാൻ ആരാണ്? പേക്കർ ആയിട്ടുണ്ട്. പർഹും പക്ഷെ ഞാനാണ് എന്ത് വഹി നീലി വർദിവാല ഡാക് സേവക് ഞാൻ പഴയ നീലി വർദിവാല നീല കളറിലുള്ള യൂണിഫോം ഇട്ട ആ
പോസ്റ്റ്മാൻ തന്നെയാണ്. ഡാക് സേവകോ ക്യാ ക്യാ കർണ ഹോത്താ ഹൈ? പോസ്റ്റ്മാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? എനിക്ക് മുझे बहुत कुछ करना होता है. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിഠിയാം, ലെറ്റേഴ്സ്, രജിസ്ട്രി പത്ര രജിസ്ട്രേഡ് കത്തുകൾ, പാഴ്സൽ, ബിൽ, ബൂഢേ ലോഗോം കി പെൻഷൻ. ബൂഢേ ലോഗോം കി പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകളുടെയൊക്കെ പെൻഷനുകൾ. ആദി ചോടിനെ ഗാവ് ഗാവ് ജാത്താ ഹെ. അതൊക്കെ അവരവരുടെ പക്കലെത്തിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിൽ പോകേണ്ടതുണ്ട്. क्या ये सब अभी भी करना पड़ता है? क्योंकि अब तो सूचना और संदेश देने के बहुत से नए तरीके आ गए हैं. क्या ये सब अभी भी करना पड़ता है? ഇതെല്ലാം ഇപ്പോഴും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ അബ് തോ സൂചന, ഇപ്പോൾ യഥാർത്ഥത്തിൽ സൂചന, ഇൻഫർമേഷൻ, ഒരു സന്ദേശ്, മെസ്സേജ്, ഇൻഫർമേഷൻ, മെസ്സേജ്, ഇതൊക്കെ കൈമാറുന്നതിന് വേണ്ടി, ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ബഹുത് സെ നയ തരീക്കെ ആകെ ഹെ. ഒരുപാട് പുതിയ പുതിയ എന്താ പറയുന്നത് മെത്തേഡുകൾ വന്നിട്ടുണ്ട്. ഷഹറോ में फले अब संदेश देने के कई साधन आ गए. शहरों में भले ही आज संदेश देने के कई साधन आ गए हैं. ഷഹറോ में നമുക്കറിയാം, പട്ടണങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആജ് സന്ദേശ് ദേനേക്ക്, ഇന്ന് മെസ്സേജുകൾ പാസ് ചെയ്യാനായി കൈ സാധനാകെ ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് അല്ലേ. ജയ്സെ ഫോൺ, മൊബൈൽ, ഇമെയിൽ ബഗൈരക്. അതായത് ഫോൺ, മൊബൈല്, ईमेल वगैरह एक्सेट्रा. लेकिन गाँव में तो आज भी संदेश पहुंचाने का सबसे बड़ा जरिया डाक ही है. लेकिन गाँव में എന്നാൽ ഗ്രാമങ്ങളിൽ യഥാർത്ഥത്തിൽ ആജ് ബി ഇന്നും സന്ദേശ് പഹുഞ്ചാനെ കാ മെസ്സേജ് എത്തിക്കാനുള്ള സബ്സെ ബഡ ജരിയ, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഏറ്റവും വലിയ ജരിയ, അതിനുള്ള മീഡിയം എന്ന് പറയുന്നത് ഡാക്ക് ഹി ഹെ, പോസ്റ്റ് തന്നെയാണ്. इसलिए गाँव में ലോഗ് ഡാക്കിയെ കാ ബഡ ആദർ ഓർ സമ്മാൻ കർത്തെ ഹെ. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ ആളുകൾ ഡാക്കിയെ കാ ബഡ ആദർ, പോസ്റ്റ്മാന് ഒരുപാട് ആദരവ്, ഒരുപാട് ബഹുമാനം ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അവർ അത്രയും അങ്ങനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്നി ചിട്ടി ആദി പാനെ കെ ലിയെ ഡാക്കിയെ കാ ഇന്തസാർ കർത്തെ ഹെ. അപ്നി ചിട്ടി ആദി പാനെ കാ, അവരുടെ ലെറ്റർ ആയിക്കോട്ടെ, അല്ലെ രജിസ്ട്രേഡ് കത്തായിക്കോട്ടെ, അല്ലെ പാഴ്സലായിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ പാനേക്കലി, അതൊക്കെ അവരിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെ അവരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡാക്കിയേക്കാ ഇന്തസാർ കർത്തേ ഹെ, പോസ്റ്റ്മാനെ അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. हमने सुना है कि हमारी डाक सेवा दुनिया की सबसे बड़ी डाक सेवा है. भला कैसे? हमने सुना है कि, നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്ന ദുനിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസാണ് എന്ന്. അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. സുനാ തോ ആപ്നെ ബിൽക്കുൽ ടീക്ക് ഹെ. കേട്ടിട്ടുള്ളത് ശരിക്കും അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ബിൽക്കുൽ ടീക്ക് ഹെ, തീർത്തും ശരിയായ കാര്യമാണ്. ഹമാരെ ദേശ് കി ഡാക് സേവ, നമ്മുടെ രാജ്യത്തെ പോസ്റ്റൽ സർവീസ് അല്ലെ ഇന്ത്യയിലെ പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത് ആജ് ബി ഇന്നും ദുനിയ കി സബ്സെ ബഡി ഡാക് സേവ ഹെ, ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസാണ്. और सबसे സസ്തി ബി, അതും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കേവൽ 5 रुपये में देश के किसी भी कोने में हम चिट्ठी भेज सकते हैं. केवल 5 रुपये में, കേവലം 5 രൂപയിൽ ദേശിക്ക് കിസി ബി കോനെ മേ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതൊക്കെ സ്ഥലത്തായിക്കോട്ടെ, ഏതൊരു കോണിലും അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലും ഹം ചിട്ടി ഭേജ് സക്തേ ഹെ, നമുക്ക് ലെറ്റർ അയക്കാൻ സാധിക്കും. ഭേജന അയക്കുക, ചിട്ടി ലെറ്ററാണ്. പോസ്റ്റ് കാർഡ് തോ കേവൽ 50 പൈസ കാ ഹി ഹെ. പോസ്റ്റ് കാർഡ് നമുക്കറിയാം, പോസ്റ്റ് കാർഡിൻ്റെ വിലയെന്ന് പറയുന്നത് 50 പൈസ, 50 പൈസ മാത്രമാണ്. യാനി 50 പൈസ മേം ഭി, അതായത് 50 പൈസ മേം ഭി, 50 പൈസയിലും ഹം ദേശ് കെ ഹർ കോനെ മേ, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതൊരു സ്ഥലത്തും അപ്ന സന്ദേശ് ഭേജ് സക്തേ ഹെ, നമ്മുടെ മെസ്സേജ് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് എന്താണ് ചോദിക്കുന്നത്? ആപ്കോ അപ്നി നൗക്കരി മേ മസാ തോ ബഹുത് ആതാ ഹോഗാ. താങ്കളുടെ ജോലി, നൗക്കരി, ആ ജോലി, മസാ തോ ബഹുത് ആതാ ഹോഗാ, ആ ജോലിയിൽ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടോ ആ ജോലിയിൽ?
മുझे अपनी नौकरी बहुत अच्छी लगती है. എനിക്ക് എൻ്റെ ജോലി വളരെ നന്നായിട്ടാണ് തോന്നുന്നത്, വളരെ നല്ല രീതിയിലാണ് അത് ഫീൽ ചെയ്യുന്നത്. जब मैं दूर नौकरी करने वाले सिपाही का मनी ऑर्डर लेकर उसके घर पहुंच जाता है तो उसके बूढ़े माँ बाप का खुशी भरा चेहरा देखते ही बनता है. मैं दूर नौकरी करने वाले, എപ്പോഴാണോ ഞാൻ വളരെ ദൂരെ ജോലി ചെയ്യുന്ന സിപ്പാഹി, സൈനികരുടെയൊക്കെ വീടുകളിൽ മണി ഓർഡർ ലേക്കർ, അവരുടെ മണി ഓർഡറുമായിട്ട് ചെല്ലുന്നത്, ഉസ്കെ ഘർ പഹുഞ്ചത്താ ഹെ, അവരുടെ വീടുകളിൽ എത്തിച്ചേരുന്നത്. തോ ഉസ്കെ ബൂഢെ മാം ബാപ് ക, അവരുടെ പ്രായമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഖുഷി ഭരാ ചെഹര, സന്തോഷം നിറഞ്ഞ മുഖം, ദേഖ്തേ ഹി ബൻതാ ഹെ, അതെനിക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ऐसे ही जब किसी का രജിസ്ട്രേഡ് പത്ര പഹുഞ്ചാത്താ ഹും, അതുപോലെ തന്നെ ജബ് കിസി കാ, ആരുടെയെങ്കിലുമൊക്കെ രജിസ്ട്രേഡ് ലെറ്റേഴ്സ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ, ജിസ്മേ കവി റിസൾട്ട്, ഒരു പക്ഷേ അതിനുള്ളിൽ റിസൾട്ട് ആയിരിക്കാം, കവി നിയുക്തി പത്ര അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരിക്കാം, ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരിക്കാം. അപ്പോഴൊക്കെ ലോക് ബഹുത്ത് ഖുഷ് ഹോത്തെ ഹെ, ആളുകൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. बूढ़े दादा और बूढ़ी नानी तो पेंशन के पैसे मिलने पर बहुत ही ഖുഷ് ഹോത്തെ ഹെ. ബൂഢെ ദാദ, ഒരുപാട് പ്രായമുള്ള മുത്തശ്ശന്മാരും അതുപോലെ തന്നെ ബൂഢി നാനി മുത്തശ്ശിമാരുമൊക്കെ പെൻഷൻ കെ പൈസ മിൽനെ പർ, അവരുടെ പെൻഷൻ പൈസ കിട്ടുമ്പോൾ ബഹുത് ഹി ഖുഷ് ഹോത്തെ ഹെ, ഒരുപാട് അവർ സന്തോഷിക്കുന്നുണ്ട്. 6 महीनों तक वे मेरा इसके लिए इंतज़ार करते हैं. 6 महीनों तक, 6 മാസം വരെ, വേ മേരാ ഇസ്കെ ലിയെ इंतज़ार, ഇതിനു വേണ്ടി അവർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. हिमाचल में बूढ़े लोगों को पेंशन हर 6 महीनों के बाद इकट्ठी ही दी जाती है. ഹിമാചലിലൊക്കെ ആണെങ്കിൽ ബൂഢെ ലോഗോങ്കോ, ഈ പ്രായമായ ആളുകളുടെയൊക്കെ പെൻഷൻ ഹർ 6 മഹീനോ കെ ബാദ്, ഓരോ 6 മാസം കൂടുമ്പോഴും ഇക്കട്ടി ഹി ദി ജാതി, അതെല്ലാം ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് കൊണ്ടു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ ഭയങ്കരമായിട്ട്, ഈ ഡാക് സേവകനെയൊക്കെ ഭയങ്കരമായിട്ട് അവരെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അവരെ പ്രതീക്ഷിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. आप क्या शुरू से इसी डाकघर में काम कर रहे हैं? അപ്പോൾ കംവർ സിംഗിനോട് ചോദിക്കുകയാണ്, താങ്കൾ ആരംഭം മുതൽ തന്നെ ഈ പോസ്റ്റ് ഓഫീസിലായിരുന്നോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? शुरू में तो मैंने लाहौल स्पीति जिले के किबर गाँव में 3 साल तक नौकरी की है. शुरू में, തുടക്കത്തിൽ ഞാൻ ലാഹോർ സ്പീതി ഡിസ്ട്രിക്റ്റിലെ കിബ്ബർ എന്ന് പറയുന്ന വില്ലേജിൽ 3 വർഷം 3 साल तक 3 വർഷം വരെ ജോലി ചെയ്തിട്ടുണ്ട്. ഹിമാചൽ ക സബ്സെ ഊഞ്ച ഗാവ് ഹെ, ഇത് ഹിമാചലിലെ ഏറ്റവും ഉയർന്ന ഒരു വില്ലേജാണ്. ഇസ്കെ ബാദ് 5 साल तक, അതിനുശേഷം 5 വർഷം വരെ ഇസി ജില്ലയ്ക്ക്, ഈ ഡിസ്ട്രിക്റ്റിലെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്തും അവർ 5 साल तक 5 വർഷം കിന്നൗർ ഡിസ്ട്രിക്റ്റിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നൗക്കരിക്ക് ജോലി ചെയ്തിട്ടുണ്ട്. ഉസ് വക്ത് ഇസ് ഗാവുമേ, ആ സമയത്ത് ഈ ഗ്രാമത്തിൽ ടെലിഫോൺ നഹീം ഥേ, ഇവിടെ ടെലിഫോൺ ഉണ്ടായിരുന്നില്ല. ബസ്സേം ഫി സിർഫ് മുഖ്യാലയം തഹി ജാതി ഥി, ബസ്സിലാണെങ്കിലോ ബസ് ഉണ്ടായിരുന്നത് കേവലം മുഖ്യാലയം തഹി. മുഖ്യാലയ ഹെഡ് ക്വാർട്ടേഴ്സാണ്. എല്ലാ പോസ്റ്റ് ഓഫീസിനും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ആ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരെ മാത്രമാണ് ബസ് സൗകര്യം ഉണ്ടായിരുന്നത്. അഭിബി കൈ ऐसे गाँव हैं, ഇപ്പോഴും കൈ ऐसे गाँव हैं, ഇതുപോലെയുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ജഹാം ന തോ ബസ് ജാതി ഹെ, അവിടേക്കൊന്നും ബസ്സുകളില്ല. ഔർ നഹി വഹാൻ ടെലിഫോൺ, അവിടെ ടെലിഫോൺ സൗകര്യവുമില്ല. ऐसी जगह में ग्रामीण डाक सेवक का बहुत मान किया जाता है. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാമീൺ ഡാക് സേവക്, അതായത് ഈ GDS ഗ്രാമീൺ ഡാക് സേവകിന് ബഹുത്ത് മാൻ കിയാ ജാത്ത ഹെ, അവരെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, അല്ലെ അവരെ ഒരുപാട് ആദരിക്കുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ. ആ പെഹാഡി ഇലാഖയമേ രഹത്തെ ഹെ, താങ്കൾ താമസിക്കുന്നത് ഹില്ലി ഏരിയയിലാണ് താമസിക്കുന്നത്. ജാഗിർ ഹെ, അതുകൊണ്ട് തന്നെ ഡാക് പഹുഞ്ചാന ആസാൻ കാം തോ നഹി ഹോഗ,
അതുകൊണ്ട് തന്നെ ഢാക് പഹുഞ്ചാന ഈ ലെറ്റേഴ്സൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ആസാൻ കാം തോ നഹി ഹോക, എന്താണ് ഈസി ആയിട്ടുള്ള കാര്യം ആയിരിക്കത്തില്ല അല്ലേ. മുഷ്കിലേം തോ ആത്തി ഹി ഹെ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജമേ കിനൗർ ജില്ലയ്ക്ക് മുഖ്യാലയ് റിക്കാംപിയോമേ നൗക്കരി കർത്താ ഥ, ഞാൻ കിന്നൗർ ഡിസ്ട്രിക്റ്റിലെ മെയിൻ ഓഫീസായ റിക്കാംപിയോയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് സുബ 6 ബജെ, രാവിലെ 6 മണിക്ക് മേരി ഡ്യൂട്ടി ശുരു ഹോ ജാത്തി ഥി, എൻ്റെ ഡ്യൂട്ടി ആരംഭിക്കുമായിരുന്നു. मैं 6 बजे सुबह शिमला जाने वाली बस में डाक का बोरा रखता था. ഞാൻ 6 बजे सुबह 6 बजे രാവിലെ 6 മണിക്ക് ഷിംല ജാനേവാലി, ഷിംലയ്ക്ക് പോകുന്നതായ ബസ്സിൽ ഡാക്ക ബോറ രക്താ ഥ, അതായത് ഈ പോസ്റ്റുകൾ എല്ലാം അടങ്ങിയ, ബോര മീൻസ് എന്താണ്, കെട്ടാണ്, ചാക്കിൽ കെട്ടിയിട്ടാണ് കൊടുത്തു വിടുക ബസ്സിൽ. അതപ്പോൾ എന്ത് ചെയ്യണം, രാവിലെ ഷിംലയിലേക്ക് പോകുന്ന ബസ്സിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇവിടെ നിന്നുള്ള ലെറ്റേഴ്സ് എല്ലാം കൊടുത്തു വിടണമായിരുന്നു. അവർ രാത്രിക്കോ 8 ബജെ, രാത്രി 8 മണിക്ക് ഷിംലാസെ ആനേവാലി, ഷിംലയിൽ നിന്ന് വരുന്നതായ ബസ്സെ, ആ ബസ്സിൽ നിന്ന് ഡാക്ക ബോറ ഉതാർത്ത ഥ, എന്താണ് ഇവിടേക്കുള്ള പോസ്റ്റുകളെല്ലാം അടങ്ങിയ ചാക്കുകൾ ഞാൻ ഇറക്കി വെക്കണമായിരുന്നു. പാക്കർക്കോ ये सब काम करने पड़ते हैं, പാക്കറിന് ये सब काम, ഈ ജോലികളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. किन्नौर और लाहौल स्पीति ഹിമാചൽ പ്രദേശ് के बहुत ठंडे तथा ऊंचे जिले हैं. കിന്നൗറും അതുപോലെ തന്നെ ലാഹൗൽ സ്പീതിയും, ഈ രണ്ട് ഡിസ്ട്രിക്റ്റും ഹിമാചൽ പ്രദേശിലെ വളരെയധികം വളരെയധികം തണുപ്പുള്ളതും അതുപോലെ തന്നെ ഊഞ്ച ജില്ലയെ വളരെ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ജില്ലകളാണ്. इन जिलों में अप्रैल महीने में भी बर्फबारी हो जाती है. ഈ ജില്ലകളിലൊക്കെ ഏപ്രിൽ മഹീനേമേം, ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ബർഫ്ബാരി ഹോ ജാതി, ബർഫ്ബാരി സ്നോഫാളാണ്, സ്നോഫാൾ ഉണ്ടാകുന്നു. ബർഫ് മേം ചലത്തെ ഹുയെ പൈറോം കോ ഠണ്ട് സെ ബച്ന പഡ്താ ഹെ. ബർഫ് മേം ചലത്തെ ഹുയെ, അതായത് ഈ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ അതിലൂടെ നടന്ന് ഈ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കണമല്ലോ, ഗ്രാമങ്ങളിലുള്ള വീടുകളിലെല്ലാം എത്തിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ മഞ്ഞിലൂടെ നടക്കുമ്പോൾ പൈറോങ്കോ ഠണ്ട് സെ ബച്ചാന പഡ്താ ഹെ, കാലിനെ എന്ത് ചെയ്യണം, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. വർണ്ണ അല്ല എങ്കിൽ സ്നോബൈറ്റ് ഹോ ജാത്തെ ഹെ, അല്ലെങ്കിൽ സ്നോബൈറ്റ് ഹോ ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുത്ത് മരവിച്ച് പോകുന്ന അവസ്ഥയ്ക്കാണ്, കാലിലൂടെ രക്തഓട്ടം ഉണ്ടാവാണ്ടായി പോകുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, സ്നോബൈറ്റ് എന്ന് പറയുന്നത്. ജിസസെ പയർ നീലെ പഠിച്ചാത്തേ, അങ്ങനെ വരുമ്പോൾ കാലിൻ്റെ കളറ് നീല നിറമായി മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ഉസ്മേ ഗൈംഗ്രീൻ ഹോ ജാത്തി ഹെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി, അവിടെ പൊട്ടലുണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗൈംഗ്രീൻ ഹോ ജാത്തെ ഹെ ജിസ്മേ ഉംഗലിയാം ഝഡ് സക്തി ഹെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വിരലുകൾ പോലും നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ വരാറുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ ഇൻഫെക്ഷൻ ബാധിക്കും. അതുകൊണ്ട് തന്നെ इन जिलों में मुझे एक घर से दूसरे घर तक डाक पहुंचाने के लिए लगभग 26 किलोमीटर रोज़ाना चलना पड़ता है. इन जिलों में, ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ എനിക്ക് ഏക് ഘർ സെ ദൂസരെ ഘർ തക്, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട് വരെ ഡാക് പഹുഞ്ചാനെ കെലിയെ, ഈ ലെറ്റേഴ്സൊക്കെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലഗ്ഭഗ് 26 കിലോമീറ്റർ, ഒരു അപ്രോക്സിമേറ്റ്ലി 26 കിലോമീറ്റർ റോസാന ഡെയിലി ചലന പഡ്താ ഹെ, എനിക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ഹിമാചൽ മേം ഏക് ഗാവ് സെ ദൂസരെ ഗാവ് की दूरी लगभग 4 या 5 കിലോമീറ്റർ തക് ഹി ഹെ. ഹിമാചൽ മേ ഏക് ഗാവ് സെ, ഹിമാചലിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് ദൂസരെ ഗാവ് की दूरी, മറ്റൊരു ഗ്രാമത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 4 या 5 കിലോമീറ്റർ തക് ഹോത്തി ഹെ, ഒരു 4-5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഹിമാചലിക്ക് ഗാവ് ചോട്ടെ ചോട്ടെ ഹോത്തെ ഹെ, ഹിമാചലിലെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഈ गाँव में बस 8 से 10 या कभी कभी 6-7 घर ही होते हैं. ഈ ഗ്രാമങ്ങളിൽ एक गाँव में, ഒരു ഗ്രാമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബസ് 8 से 10, 8 മുതൽ 10 വരെ ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ കബി കബി ചിലപ്പോൾ ഒരു
സാത്ത് 6-7 വീടുകളാവും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കോണം, ഒരു പോസ്റ്റ്മാനെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അവർ നടക്കേണ്ടി വരുമെന്ന് അല്ലേ. ഇസ്ലിയെ ചലന കാഫി പടുത്താ ഹെ, അതുകൊണ്ട് തന്നെ നടക്കാൻ ഒരുപാടുണ്ടാവും. ചലന തോ ഖൈർ ഹമാരി ആദത് മേം ഹി ഷാമിൽ ഹോ ചുക്കാ ഹെ. ചലന, നടക്കുക എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഹാബിറ്റ് തന്നെ ആയി മാറിയിട്ടുണ്ട്. ആദത്ത്, ഹാബിറ്റിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. ഗ്രാമീൺ ढाकिये की ज़िंदगी में तो चलना ही चलना है. ഗ്രാമീൺ ഡാക് സേവകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിന്ദഗി, അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ചലനാഹി ചലനാഹെ, നടപ്പ് തന്നെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആപ്നെ ബതായ ഥാ കി പെഹ്ലെ ആപ് ഡാക് സേവക് ഥേ. താങ്കൾ പറഞ്ഞിരുന്നല്ലോ ആദ്യം താങ്കൾ ആരായിരുന്നു? ഡാക് സേവക് ഥേ, ഗ്രാമീൺ ഡാക് സേവക്. GDS ആയിരുന്നു. अब पैकर है, ഇപ്പം पैकറാണ്. इसके आगे भी कोई प्रमोशन है क्या? ശേഷം ഇതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും പ്രമോഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. पैकर के बाद डाकिया बन सकते हैं. पैकറിന് ശേഷം ആരാവും? പോസ്റ്റ്മാൻ ആവും. ബസ് एक ഇംതിഹാൻ പാസ് കർണ, പക്ഷേ അതിനൊരു എക്സാം പാസ്സാകേണ്ടതുണ്ട്. ഇംതിഹാൻ മീൻസ് എക്സാം പാസ്സാകേണ്ടതുണ്ട്. अभी तो काम के हिसाब से हमारा वेतन काफ़ी कम रहता है. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാം കെ ഹിസാബ് സെ, ചെയ്യുന്ന ജോലിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഹമാര വേതൻ, ഞങ്ങളുടെ സാലറി എന്ന് പറയുന്നത് കാഫി കം ഹോത്താ ഹെ, വളരെ കുറവാണ്. സാരാ ദിൻ കുർസി പർ ബൈഠ്കർ, മുഴുവൻ ദിവസവും കുർസി പർ ബൈഠ്കർ, കസേരയിലിരുന്നിട്ട് काम करने वाले ജോലി ചെയ്യുന്ന ബാബു का वेतन कहीं ज़्यादा होता है. ദിവസം മുഴുവനും കസേരയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഓഫീസറുടെ വേതനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. पैकर का वेतन ബാബു के जितना ही हो जाता है. पैकറിൻ്റെ വേതനവും ഈ ഓഫീസേഴ്സിൻ്റെ വേതനം പോലെ തന്നെ, അവരുടെ സാലറി പോലെ തന്നെ ആക്കേണ്ടതുണ്ട്. अब तो डाकिये की नौकरी में लगना भी बहुत मुश्किल हो चुका है. ഇനിയിപ്പോൾ ഡാക്കിയക്ക് നൗക്കരി മേലഗ്ന, അതായത് പോസ്റ്റ്മാൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഹമേം സെ ജിത്തനെ ഡാക്കിയ റിട്ടയർ ഹോ ചുക്കേ ഹേ. ഇവിടെ ഞങ്ങളിൽ നിന്ന് തന്നെ എത്രയോ ഡാക്കിയ റിട്ടയർ ഹോ ചുക്കേ, ഒരുപാട് പോസ്റ്റ്മാൻമാർ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടയർഡ് ആയിട്ടുണ്ട്. ഉസ്കി ജഹ് നയി ഡാക്കിയോം കോ നഹി രക്കാ ജാ സക്താ ഹേ. ആ പ്ലേസിൽ, വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ആ പ്ലേസിൽ പുതിയ പോസ്റ്റ്മാൻമാരെ ആരെയും എന്ത് ചെയ്തിട്ടില്ല? നിയമിച്ചിട്ടില്ല. इससे पुराने ढाकियों पर काम का बोझ दिन प्रतिदिन बढ़ता ही जा रहा है. അതുകൊണ്ട് തന്നെ പുരാനെ ढाकियों पर काम का बोझ, ഇനിയിപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ്മാൻമാരിലൊക്കെ കാം കാ ബോझ്, ജോലിഭാരം ദിൻ പ്രതിദിൻ बढ़ता ही जा रहा है, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. न जाने आने वाला समय कैसा होगा. അറിയില്ല ആനേവാല സമയം, ഇനി വരാനിരിക്കുന്ന ടൈം എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. കാം കെ ദൗരാൻ കബി കൊയ് ബഹുത് ഖാസ് ബാത്ത് ഹുയി ഹോ. ജോലി ചെയ്യുന്ന ആ സമയത്ത്, ആ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും കൊയ് ബഹുത് ഖാസ് ബാത്ത് ഹുയി ഹെ, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ളൊരു ഖാസ് ബാത്ത്, ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഏക് ഘടന ആപ്കോ സുനാത്താ ഹോ. ഏക് ഘടന, ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ്, ആപ്കോ സുനാത്താ ഹോ, ഞാൻ താങ്കൾക്ക് കേൾപ്പിച്ചു തരാം. മേരാ തബാദല ഷിംല കെ ജനറൽ പോസ്റ്റ് ഓഫീസ് മേ ഹോ ഗയാ ഥാ. എൻ്റെ ട്രാൻസ്ഫർ, തബാദല ട്രാൻസ്ഫർ, ഷിംല കെ ജനറൽ പോസ്റ്റ് ഓഫീസ് മേ ഹോ ഗയാ ഥാ, ഷിംലയിലെ ജനറൽ പോസ്റ്റ് ഓഫീസിലേക്ക് ആയിരുന്നു. വഹാ മുझे रात के समय रेस्ट हाउस और പോസ്റ്റ് ഓഫീസ് ചൗക്കിദാരി കാ കാം ദിയാ ഗയാ ഥാ. അവിടെ എനിക്ക് രാത്രി സമയത്തെ റെസ്റ്റ് ഹൗസിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെയും ചൗക്കിദാരി കാക്കാം, ചൗക്കിദാരി വാച്ച്മാൻ്റെ ജോലിയായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. 1998 की बात है, ഇത് 1998 കാര്യമാണ്. 29 जनवरी को रात लगभग 10:30 बजे का समय था. 29 ജനുവരി രാത്രി ഏകദേശം 10:30 മണിയായിട്ടുണ്ടായിരുന്നു. ബാഹർ സെ കിസിനെ പോസ്റ്റ് ഓഫീസ് കാ ദർവാസ ഖട്ഖടായ. ബാഹർ സെ, പുറത്തുനിന്ന്, കിസിനെ, ആരോ, പോസ്റ്റ് ഓഫീസിൻ്റെ ദർവാസ, വാതിൽ, ഖട്ഖടായ, മുട്ടി, വാതിലിൽ കൊട്ടി. മെനെ പൂച്ച കോൻ ഹെ, ഞാൻ ചോദിച്ചു. കവർ സിംഗ് പറയുകയാണ്, ഞാൻ ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. ജവാബായ, മറുപടി വന്നു. ദർവാസ ഖോലോ,
തുംസെ ബാത് കർണി ഹെ, വാതിൽ തുറക്കൂ, നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. മെനെ ദർവാസ ഖോല, ഞാൻ എന്ത് ചെയ്തു, വാതിൽ തുറന്നു. തോ അച്ചാനക്, പെട്ടെന്ന് 5 ലോഗ്, ഒരു 5-6 ആളുകൾ അന്തർ ഗുസെ, ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഗുസ്ന പ്രവേശിക്കുക. അവർ മുച്ചെ പീട്ന ശുരു കർദി, എന്നിട്ട് എന്നെ അടിക്കാൻ തുടങ്ങി. മെനെ പൂച്ച ക്യൂം പീഡ് രഹേ ഹെ, ഞാൻ ചോദിച്ചു. പൂച്ചന ചോദിക്കുക, പൂച്ച ചോദിച്ചു, ഞാൻ ചോദിച്ചു. ക്യൂം പീഡ് രഹേ ഹെ, എന്നെ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചു. മെനെ കൊയ് ജവാബ് നഹീം ദിയ, അവർ ഒരു മറുപടിയും തന്നില്ല. ജവാബ് മറുപടിയാണ്, റിപ്ലൈ തന്നില്ല. സാരെ ഓഫീസ് കി ലൈറ്റ് ബന്ദ് കർദി, ഓഫീസിലെ ലൈറ്റെല്ലാം അണച്ചിട്ടുണ്ടായിരുന്നു. इससे पहले कि मैंने कुछ समझ पाता, सिर पर किसी भारी चीज़ से कई बार मारा. इससे पहले कि, ഇതിന് മുമ്പ് തന്നെ मैंने कुछ समझ पाता, എനിക്കൊരു കാര്യം മനസ്സിലായത്, മേരെ സിർ പർ, എൻ്റെ തലയിൽ, കിസി ഭാരി ചീസ്, എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട് കൈ ബാർ മാര, ഒരുപാട് പ്രാവശ്യം അടിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. ജിസ്സെ മേര സിർ ഫട്ട് ഗയ, അങ്ങനെ എൻ്റെ തല ഹെഡ് ഇഞ്ചുറിയായി എന്ന് മനസ്സിലായി. സിർ തലയാണ്, തല പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. മേ ലഗാതാർ ചില്ലാ തരഹ, ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലഗാതാർ, ഞാൻ ചില്ലാ തരഹ, ഞാൻ നിലവിളിച്ചു. ഉസ്കെ ബാദ് മേ ബേഹോഷ് ഹോ ഗയ, അതിനുശേഷം എൻ്റെ ബോധം പോയി. ബേഹോഷ് ഹോന, ബോധം നഷ്ടപ്പെട്ടു. ഓർ മുझे കുച്ച് ഭി പതാ ന ചല, എനിക്കൊന്നും പിന്നീട് അറിയില്ലായിരുന്നു. അഗ്ലേ ദിൻ ജബ് മുझे ഹോഷായ, നെക്സ്റ്റ് ഡേ എനിക്ക് എന്താണ്, അഗ്ലേ ദിൻ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് ഹോഷായ, ബോധം വന്നു. तो അപ്പോൾ मैं शिमला के इंदिरा गांधी मेडिकल कॉलेज के अस्पताल में दाखिल था, ഞാൻ ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. സിർ മേ ഭയങ്കര ദർദ് ഹോ റഹാ ഥാ, തലയിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. പെയിനാണ് ദർദ്. ഉൻ ദിനോ മേരാ 17 സാൽ കാ ബേട്ട മേരെ സാത്ത് ഹി രഹതാ ഥാ, ആ സമയങ്ങളിൽ എൻ്റെ 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയുള്ളത്, മകൻ, അവന് മേരെ സാത്ത് ഹി രഹതാ ഥാ, എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഉസിസെ പതാ ചലാക്കി, അവനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, മേരെ ചില്ലാനേക്ക് ആവാസ് സുൻകർ, ഞാൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ലഡ്ക ഔർ ഓഫീസ് കെ ദൂസരെ ലോഗ്, കുട്ടിയും അതുപോലെ തന്നെ ഓഫീസ് കെ ദൂസരെ ലോഗ്, ഓഫീസിലെ മറ്റ് ജോലിക്കാരുമൊക്കെ നസ്തീഹി രഹത്തെ, അവർ നസ്തീക്ക് സമീപം, അവർ സമീപത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ദർവാസോങ്കെ ശീശെ തോടുക്കർ, വാതിലിൻ്റെ ഗ്ലാസ്സൊക്കെ ശീശ ഗ്ലാസ് പൊട്ടിച്ച് അന്തറായി, അവരെ ഉള്ളിൽ പ്രവേശിച്ചു. അവർ മുझे अस्पताल പहुंचाയ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മേരെ സിർ പർ കൈ ഢാങ്കെ ലഗേ थे, എൻ്റെ തലയിൽ കുറേ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ढांगे, उसकी वजह से आज भी मेरी एक आँख से दिखाई नहीं देता. उसकी वजह से, ആ ഒരു സംഭവത്തിന് ശേഷം, ആജ് ഭി, ഇന്നും, മേരി ഏക് ആങ്ക് സെ, എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല. സർക്കാർ ने मुझे ताकि चीज़ें बचाने के लिए बेस्ट पोस्टमैन का इनाम दिया. സർക്കാർ, ഗവൺമെൻറ് എന്താ ചെയ്തത്, മുझे जान पर खेलकर, ഞാൻ ജീവൻ പണയം വെച്ച് ഡാക്കി ചീസെ, പോസ്റ്റ് ഓഫീസിലെ സാധനങ്ങൾ രക്ഷിച്ചതിന് വേണ്ടി, അല്ലെങ്കിൽ അത് സംരക്ഷിച്ചതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് പോസ്റ്റ്മാൻ്റെ അവാർഡ് നൽകി. ഇനാം, ഈ അവാർഡ് 2004 ലഭിച്ചു. ഇസ് ഇനാം മേ 500 रुपये और പ്രശസ്തി പത്ര ദിയാ ജാതാ ഹെ, ഈ അവാർഡിൽ 500 രൂപയും പ്രശസ്തി പത്രവും ലഭിച്ചിട്ടുണ്ട്. മേ और मेरा परिवार बहुत खुश हुए, ഞാനും എൻ്റെ കുടുംബവും വളരെയധികം ഹാപ്പിയാണ്. ആജ് ബി मैं गर्व से कहता हूँ, ഞാൻ ഇന്നും വളരെ അഭിമാനത്തോടെ പറയുന്നു, വളരെ പ്രൗഢിയോടുകൂടി പറയുന്നു. മേ ബെസ്റ്റ് പോസ്റ്റ്മാൻ ഹും, ഞാൻ നല്ല പോസ്റ്റ്മാൻ ആണ്.